JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 പരീക്ഷ മാർച്ച് 8-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡയറി പ്ലാന്റിൽ പാൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഡയറി പ്ലാന്റില് പാൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? മിൽക്ക് റിസീവിംഗ് ടാങ്ക്. മിൽക്ക് റിസീവിംഗ് ടാങ്ക് ആണ് ഡയറി പ്ലാന്റില് പാൽ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്ത ചോദ്യം, പാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ചില്ലിംഗ് ടാങ്ക് അല്ലെങ്കിൽ ബൾക്ക് മിൽക്ക് കൂളർ ആണ് പാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാൽ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ചില്ലിംഗ് ടാങ്ക്, ബൾക്ക് മിൽക്ക് കൂളർ. പാൽ പാസ്ചറൈസ് ചെയ്യുന്നതിനുള്ള ഉപകരണം ഏത്? പാല് പാസ്ചറൈസ് ചെയ്യുന്നതിനുള്ള ഉപകരണം ഏത്? ഏതാണ്? പാസ്ചറൈസർ ആണ് അല്ലെ. പാൽ പാസ്ചറൈസ് ചെയ്യുന്നതിനുള്ള ഉപകരണം ഏതാണ്? പാസ്ചറൈസർ. പാൽ സമാനമാക്കുന്നതിനുള്ള ഉപകരണം ഏത്? പാല് സമാനമാക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഹോമോജനൈസർ ആണ് അല്ലെ. ഹോമോജനൈസർ ആണ് പാൽ സമാനമാക്കുന്നതിനുള്ള ഉപകരണം. ക്രീം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ക്രീം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സെപ്പറേറ്റർ. സെപ്പറേറ്റർ ആണ്. ക്രീം സെപ്പറേറ്റർ ആണ് ക്രീം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ക്രീം സെപ്പറേറ്റർ. പാൽ പാക്ക് ചെയ്തുള്ള യന്ത്രം ഏത്? പാല് പാക്ക് ചെയ്യുന്നതിനുള്ള യന്ത്രം ഏത്? പാക്കിംഗ് മെഷീൻ ആണ്. പാൽ പാക്ക് ചെയ്യുന്നതിനുള്ള യന്ത്രം ഏതാണ്? പാക്കിംഗ് മെഷീൻ. പാൽ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാല് ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? ബോയിലർ. ബോയിലർ ആണ് പാൽ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഡയറി പ്ലാന്റിൽ പൈപ്പുകൾ ശുചീകരിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം എന്ത്? ഡയറി പ്ലാന്റില് പൈപ്പുകൾ ശുചീകരിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം എന്ത്? CIP ആണ്. CIP എന്താണത്? ക്ലീനിങ് ഇൻ പ്ലേസ്. ക്ലീനിങ് ഇൻ പ്ലേസ് സിസ്റ്റം. CIP സിസ്റ്റം ആണ് ഡയറി പ്ലാന്റില് പൈപ്പുകളൊക്കെ ശുചീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം. ക്ലീനിങ് ഇൻ പ്ലേസ്, CIP. പാൽ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ടാങ്കുകൾ ഏത്? പാൽ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ടാങ്കുകൾ ഏത്? ഏതാണ്? സ്റ്റോറേജ് ടാങ്കുകൾ. പാൽ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ടാങ്കുകൾ ഏതാണ്? സ്റ്റോറേജ് ടാങ്കുകൾ. പാൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? വെയിങ് സ്കെയിൽ അല്ലെങ്കിൽ ഫ്ലോ മീറ്റർ. വെയിങ് സ്കെയിൽ അല്ലെങ്കിൽ ഫ്ലോ മീറ്റർ ആണ് പാൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? ഗർബർ ബ്യൂട്ടിറോമീറ്റർ ആണ്. ഗർബർ ബ്യൂട്ടിറോമീറ്റർ ആണ് പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഗർബർ ബ്യൂട്ടിറോമീറ്റർ. അടുത്ത ചോദ്യം, പാലിന്റെ സാന്ദ്രത ഡെൻസിറ്റി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിന്റെ സാന്ദ്രത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ആണ് പാലിന്റെ സാന്ദ്രത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിലെ SNF കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിലെ SNF കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കുന്നു. പാലിലെ SNF കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കുന്നു. പാലിന്റെ അസിഡിറ്റി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിന്റെ അസിഡിറ്റി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബ്യൂററ്റ് ഉപയോഗിച്ചുള്ള ടൈട്രേഷൻ രീതിയിലൂടെ. ബ്യൂററ്റ് ഉപയോഗിച്ചുള്ള ടൈട്രേഷൻ രീതിയിലൂടെയാണ് പാലിന്റെ അസിഡിറ്റി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിന്റെ pH പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിന്റെ pH പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? pH മീറ്റർ. പാലിന്റെ pH പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? pH മീറ്റർ. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ആണ് പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിലെ മൈക്രോബയോളജിക്കൽ പരിശോധനയ്ക്കുള്ള ഉപകരണം ഏത്? പാലിലെ
മൈക്രോബയോളജിക്കൽ പരിശോധനയ്ക്കുള്ള ഉപകരണം ഏതാണ്? ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ ആണ് പാലിലെ മൈക്രോബയോളജിക്കൽ പരിശോധനയ്ക്കുള്ള ഉപകരണം. ഏതാണ്? ഇൻക്യുബേറ്റർ. പാലിലെ മൊത്തം ഘടകങ്ങൾ പരിശോധിക്കുന്ന ആധുനിക ഉപകരണം പാലിലെ മൊത്തം ഘടകങ്ങൾ പരിശോധിക്കുന്ന ആധുനിക ഉപകരണം ഏതാണ്? മിൽക്ക് അനലൈസർ. മിൽക്ക് അനലൈസർ ആണ് പാലിലെ മൊത്തം ഘടകങ്ങൾ പരിശോധിക്കുന്ന ആധുനിക ഉപകരണം. മിൽക്ക് അനലൈസർ. പാലിന്റെ താപനില പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പാലിന്റെ താപനില പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ. തെർമോമീറ്റർ ആണ് പാലിന്റെ താപനില പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിൽ ഫോർമാലിൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് പാലില് ഫോർമാലിൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഫോർമാലിൻ ടെസ്റ്റ്. കെമിക്കൽ ടെസ്റ്റ് മെത്തേഡ് ആണ് അല്ലേ? പാലിൽ ഫോർമാലിൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഫോർമാലിൻ ടെസ്റ്റ് അല്ലെങ്കിൽ കെമിക്കൽ ടെസ്റ്റ് മെത്തേഡ്. പാൽ ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം പാല് ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം മിൽക്ക് ഫിൽറ്റർ അല്ലെങ്കിൽ സ്ട്രെയിനർ ആണ്. മിൽക്ക് ഫിൽറ്റർ അല്ലെങ്കിൽ സ്റ്റെയിനർ. പാൽ ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മിൽക്ക് ഫിൽറ്റർ അല്ലെങ്കിൽ സ്റ്റെയിനർ. പാൽ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം പാൽ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം സ്റ്റാൻഡർഡൈസേഷൻ യൂണിറ്റ് ആണ് അല്ലേ? പാല് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? സ്റ്റാൻഡർഡൈസേഷൻ യൂണിറ്റ്. പാൽ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പാൽ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അജിറ്റേറ്റർ. അജിറ്റേറ്റർ ആണ് പാൽ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാൽ ഉണക്കി പൗഡർ ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പാൽ ഉണക്കി പൗഡർ ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പ്രേ ഡ്രയർ. പാൽ ഉണക്കി പൗഡർ ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പ്രേ ഡ്രയർ. സ്പ്രേ ഡ്രയർ. തൈര് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാങ്ക് തൈര് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാങ്ക് ഫെർമെന്റേഷൻ ടാങ്ക് ആണ്. ഫെർമെന്റേഷൻ ടാങ്ക് ആണ് തൈര് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാങ്ക്. വെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം വെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? ബട്ടർ ചർൺ. ബട്ടർ ചർൺ ആണ് വെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം. ബട്ടർ ചർൺ. പനീർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പനീർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പനീർ പ്രസ് ആണ്. പനീർ പ്രസ് ആണ് പനീർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പനീർ പ്രസ്. ഐസ്ക്രീം നിർമ്മാണത്തിൽ മിശ്രിതം ഫ്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഐസ്ക്രീം നിർമ്മാണത്തിൽ മിശ്രിതം ഫ്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഐസ്ക്രീം ഫ്രീസർ ആണ്. ഏതാണ്? ഐസ്ക്രീം ഫ്രീസർ. ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പ്രധാന പമ്പ് ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പ്രധാന പമ്പ് ഏതാണ്? സെൻട്രിഫ്യൂഗൽ പമ്പാണ് ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പ്രധാന പമ്പ്. ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പ്രധാന പമ്പ് ഏതാണ്? സെൻട്രിഫ്യൂഗൽ പമ്പ്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹീറ്റ് എക്സ്ചേഞ്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാൽ ചൂടാക്കാനും തണുപ്പിക്കാനും. പാൽ ചൂടാക്കാനും തണുപ്പിക്കാനുമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നത്. പ്ലേറ്റ് പാസ്ചറൈസറിന്റെ പ്രധാന ഭാഗം പ്ലേറ്റ് പാസ്ചറൈസറിന്റെ പ്രധാന ഭാഗം പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് പ്ലേറ്റ് പാസ്ചറൈസറിന്റെ പ്രധാന ഭാഗം. പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്തുന്ന പരമ്പരാഗത രീതി പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്തുന്ന പരമ്പരാഗത രീതി ഗർബർ മെത്തേഡ് ആണ്. ഗർബർ മെത്തേഡ് ആണ് പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്തുന്ന പരമ്പരാഗത രീതി. ഗർബർ മെത്തേഡ്. പാലിലെ പ്രോട്ടീൻ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന രീതി പാലിലെ പ്രോട്ടീൻ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ജൽഡാൻ മെത്തേഡ് ആണ്. ജൽഡാൻ മെത്തേഡ്. ജൽഡാൻ മെത്തേഡ് ആണ് പാലിലെ പ്രോട്ടീൻ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന രീതി. പാലിലെ ലാക്ടോസ് അളക്കാൻ ഉപയോഗിക്കുന്ന രീതി പാലിലെ ലാക്ടോസ് അളക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? പോളാരിമീറ്റർ. പോളാരിമീറ്റർ ആണ് പാലിലെ ലാക്ടോസ് അളക്കാൻ ഉപയോഗിക്കുന്ന രീതി. പാലിലെ മൊത്തം സോളിഡ്സ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം പാലിലെ മൊത്തം സോളിഡ്സ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ ആണ് പാലിലെ മൊത്തം സോളിഡ്സ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം.
പാലിലെ ബാക്ടീരിയ എണ്ണം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത്? പാലിലെ ബാക്ടീരിയ എണ്ണം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത്? സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്. സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് ആണ് പാലിലെ ബാക്ടീരിയ എണ്ണം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. പാലിലെ യൂറിയ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത്? പാലില് യൂറിയ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? യൂറിയ ടെസ്റ്റ്. യൂറിയ ടെസ്റ്റ്. പാലിൽ യൂറിയ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് യൂറിയ ടെസ്റ്റ്. പാലിലെ സ്റ്റാർച്ച് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത്? പാലിലെ സ്റ്റാർച്ച് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ് ആണ്. പാലിലെ സ്റ്റാർച്ച് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് അയഡിൻ ടെസ്റ്റ്. പാലിലെ ഡിറ്റർജന്റ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത്? പാലിലെ ഡിറ്റർജന്റ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത്? ഏതാണ്? ഫോമിംഗ് ടെസ്റ്റ്. ഫോമിംഗ് ടെസ്റ്റ് ആണ് പാലിലെ ഡിറ്റർജന്റ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ആധുനിക ലാബുകളിൽ പാൽ വിശകലനത്തിന് ഉപയോഗിക്കുന്ന സ്വയമേയുള്ള ഉപകരണം ഏത്? ആധുനിക ലാബുകളിൽ പാൽ വിശകലനത്തിന് ഉപയോഗിക്കുന്ന സ്വയമേയുള്ള ഉപകരണം ഏത്? ഏതാണ്? ഓട്ടോമാറ്റിക് മിൽക്ക് അനലൈസർ. ഓട്ടോമാറ്റിക് മിൽക്ക് അനലൈസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.